ഗുഡ് ഈവനിങ് പ്രജിൻ. യെസ്, അപ്പോൾ നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് കടക്കുകയാണ്. നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് രാജ്യത്ത് നടക്കുന്നു. 100-ലധികം മണ്ഡലങ്ങൾ, 102 മണ്ഡലങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 102 മണ്ഡലങ്ങൾ വിധി എഴുതുന്നു. എന്താണ് നമ്മുടെ തമിഴ്നാട്ടിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ഈ നക്സൽ ബാധിത, മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വലിയ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ വർത്തമാനങ്ങളിലേക്ക് നമുക്ക് കടന്നാൽ അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപാട് പുതിയ വിഷയങ്ങളുണ്ട്, പുതിയ വിവാദങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ EVM മെഷീനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, പോളിംഗിന്റെ വിഷയങ്ങൾ. അതെ, രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചു എന്നത് വലിയ വാർത്ത, രാഷ്ട്രീയ വാർത്തയാണ്. കാരണം 2019 പ്രചരണകാലം ഓർമ്മയുണ്ടാകും എല്ലാവർക്കും. അന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടും CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി മിണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രചരണത്തിലൊക്കെ CPM-നെ ഒഴിവാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ പോലും അന്ന് കാര്യമായ വിമർശനം ഉണ്ടായില്ല. രാഹുലിന്റെ ആ മൗനത്തിന് ഉത്തരം പറയാൻ കഴിയാതെ അന്ന് UDF നേതാക്കളും നക്ഷത്രം എണ്ണിയെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. തീർച്ചയായിട്ടും ഇന്ന് ആ കഥയാകെ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും പറയുന്ന അതേ ശൈലിയിൽ രാഹുൽ ഗാന്ധിയും ഇന്ന് പറയുന്നു. BJP-യുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണ് മുഖ്യമന്ത്രിയെ ED ചോദ്യം ചെയ്യാത്തത് എന്ന് തുറന്നടിക്കുകയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്തത്. ഇതോടെ ഡൽഹിയിൽ ED-ക്കെതിരെ കൈകോർത്ത സീതാറാം യെച്ചൂരിയെയും D രാജയെയും കൂടി രാഹുൽ ഗാന്ധി വേറൊരു തരത്തിൽ പറഞ്ഞാൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പോൾ ഇന്നിപ്പോ സൂചിപ്പിച്ച ചുടേറിയ വാർത്തയിലേക്ക് തന്നെ നമുക്ക് ആദ്യം കിടക്കാം. അത് തന്നെയാണ് ആദ്യത്തെ സെഗ്മെന്റ്, ഇലക്ഷൻ ഹോട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 2 ആഴ്ചയായി BJP-യേക്കാൾ കടന്നാക്രമിച്ചത് കോൺഗ്രസിനെയാണ്. അതിനുള്ള കനത്ത രാഷ്ട്രീയ മറുപടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ദേശീയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും കടന്നാക്രമിക്കുകയാണ്. ഇതാ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി കേരളത്തിലെങ്കിലും തീർത്തും അപ്രസക്തമാക്കുന്ന നീക്കങ്ങളാണ് ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി അവശേഷിക്കുന്നത് കേവലം ഒരാഴ്ച മാത്രം. കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ സംസ്ഥാനത്തെ പതിവ് പ്രചാരണ ശൈലിയെ അഴിച്ചു പണിയുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയിലൂടെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. ഡൽഹിയിൽ ഇങ്ങനെ നേതാക്കൾ കൈകോർത്തത് ED കെജ്രിവാളിനെതിരെ വാളേന്തുന്നതിൽ പ്രതിഷേധിച്ചാണ്. എന്നാൽ കേരളത്തിലെത്തി രാഹുൽ ഗാന്ധി പറയുന്നത് മറ്റൊന്നാണ്. മുഖ്യമന്ത്രിക്ക് BJP-യുടെ സ്പെഷ്യൽ സംരക്ഷണം എന്നാണ് കുറ്റപ്പെടുത്തൽ. I am 24/7 attacking the BJP and the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. He says he is fighting an ideological battle against the BJP. But I know the BJP because when you fight ideological battle against the BJP, they attack you with everything they have. But there is no attack on the Chief Minister of Kerala. രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ കേന്ദ്രീകരിച്ചത് BJP വിമർശനത്തിലും ദേശീയ വിഷയങ്ങളിലും. സ്വന്തം മണ്ഡലമായ വയനാട്ടിലും പതിവ് രീതിയിൽ നയം വിശദീകരിച്ചുള്ള പ്രചാരണ വഴിയാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാരിനും LDF-നുമെതിരെ വിമർശനം ഉന്നയിച്ചപ്പോഴും വാക്കുകളിൽ മിതത്വമുണ്ടായിരുന്നു. BJP-ക്കെതിരെ വിശാല മതേതര ഐക്യമെന്ന ആശയത്തിന് പോറലേൽപ്പിക്കുന്ന പരാമർശങ്ങൾ വേണ്ടതില്ല എന്നായിരുന്നു ലൈൻ. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും LDF-ഉം വിട്ടുവീഴ്ചയ്ക്കൊന്നും മുതിർന്നതേയില്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം വരെ രാഷ്ട്രീയ വിമർശനങ്ങളായി മുഖ്യമന്ത്രിയും LDF-ഉം കോൺഗ്രസിനെതിരെ തുടരെ തൊടുത്തു. രാഹുൽ ഗാന്ധിയും VD സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. എന്ത് വിരോധാഭാസമാണിത്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പ്രകടന പത്രികയിലും പ്രചാരണ പരിപാടികളിലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മൗനം പാലിക്കുന്നു എന്ന ആരോപണം LDF പ്രചാരണത്തിന്റെ കുന്തമുനയായി. BJP-യിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്കും മൃദുഹിന്ദുത്വ നയമെന്ന കുറ്റപ്പെടുത്തലും പിന്നാലെ വന്നു.
അടിയൊഴുക്ക് ഭയക്കുകയാണ് മുന്നണികൾ. ആ പേടിയിൽ നിന്നാണ് പരസ്പരമുള്ള കടന്നാക്രമണം. ഇതിൽ ചില മുറിവുകളെങ്കിലും ഇനി ഒരിക്കലും കൂടാത്ത വിധം ആഴത്തിലുള്ളതുമാണ്. കോൺഗ്രസിന് മൃദുഹിന്ദുത്വ നയമെന്ന മുഖ്യമന്ത്രിയുടെയും CPIM-ന്റെയും കടുത്ത വിമർശനത്തിന് പ്രതിരോധമൊരുക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. നിലപാടുകളിൽ വൈരുദ്ധ്യമെന്ന വിമർശനത്തിനും UDF-ന് ന്യായീകരണമുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. വിജയകുമാർ, ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേരള നേതാക്കൾ ഒരുപക്ഷെ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചു കാണില്ലേ? തന്നെയുമല്ല, രാഹുൽ ഗാന്ധിയുടെ മാറ്റം പെട്ടെന്നാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ ഇടതുപക്ഷം എന്നത് എൻ്റെ കുടുംബാംഗങ്ങളാണ്, ഞാൻ അവരെ വിമർശിക്കില്ല. രാഷ്ട്രീയമായി ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അവരോട് ബഹുമാനമുണ്ട്. എൻ്റെ രാഷ്ട്രീയ ശത്രു BJP ആണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മൗനം പാലിച്ചു. കേരളത്തിൽ വന്നിട്ട് പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മറുപടി പറയേണ്ട ഒരു ഘട്ടമെത്തി. ആ സാഹചര്യത്തിൽ ഒരു കടുത്ത വിമർശനം തന്നെ ഉയർത്തി. എന്തായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പതിവ് നാളത്തെ വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിലോ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകും, CPM-ന്റെ മറുപടി ഉണ്ടാകും. ഒരുപക്ഷെ ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ അത് ഒരുപക്ഷെ തിരിച്ചടിയായേക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ധരിപ്പിച്ച് കാണാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. കാരണം ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ, അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയാതെ പോകാനും കഴിയില്ല UDF-ന്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് തീർച്ചയായിട്ടും. അപ്പോൾ നാളെയാണ് നമ്മുടെ വോട്ടുത്സവം, അല്ലെ, തെരഞ്ഞെടുപ്പ് ഉത്സവമാണല്ലോ. അത് ആരംഭിക്കുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. അടുത്ത സെഗ്മെന്റ് പോളിംഗ് ബൂത്തിലേക്ക്. അപ്പോൾ നാളെ വിധി എഴുതുന്നത് 102 മണ്ഡലങ്ങളാണ്. വിശാല ഇന്ത്യയുടെ പരിച്ഛേദം തന്നെയാണ് ഈ ആദ്യഘട്ടത്തിലെ മണ്ഡലങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 24 പ്രതിനിധികളുടെ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ദ്രാവിഡ പാർട്ടി എന്നാൽ ഇനി DMK മാത്രമാകുമോ? MG രാമചന്ദ്രൻ നട്ടുനനച്ച് ജയലളിത പരിപാലിച്ചു വളർത്തിയ അണ്ണാ DMK അപ്രസക്തമാകുമോ? ദയാനിധി മാരൻ, കാർത്തി ചിദംബരം, K അണ്ണാമലൈ, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പേരുകൾ ഇതിൽ അവസാനിക്കുന്നില്ല. തൂത്തുക്കുടിയിൽ കനിമൊഴിയുണ്ട്. ഗവർണർ പദവി രാജിവെച്ചു വന്ന തമിഴിസൈ സൗന്ദരരാജൻ മത്സരിക്കുന്ന ചെന്നൈ സൗത്തും വിദ്യാവീരപ്പൻ മത്സരിക്കുന്ന കൃഷ്ണഗിരിയുമുണ്ട്. തമിഴകത്ത് കക്ഷികൾ അനേകമുണ്ടെങ്കിലും പ്രചാരണം നയിച്ചത് 2 പേരാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. അവർക്ക് ഉത്തരം നൽകാൻ തമിഴകം ഒരുങ്ങിക്കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയവും ദ്രാവിഡ രാഷ്ട്രീയവും തമ്മിലുള്ള ആ പോരിലെ വിജയിയാകും അടുത്ത ലോക്സഭയിലെ നിർണായക ശബ്ദമാവുക. നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന നാഗ്പൂർ, ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ മണ്ഡലങ്ങളിലെ താരമണ്ഡലം ഇതാണെങ്കിലും ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന മറ്റു മണ്ഡലങ്ങളുമുണ്ട്. ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസിന് വിട്ടു നൽകിയ റാംടെക് അതിലൊന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നീ പ്രമുഖർ റാലികൾ നടത്തിയ 5 മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത്. ഉത്തർപ്രദേശിലെ 80-ൽ 8, രാജസ്ഥാനിലെ 25-ൽ 12, മധ്യപ്രദേശിലെ 29-ൽ 6. നാളെ വിധി എഴുതുന്ന ഈ 26 സീറ്റുകളിലുണ്ടാകും അന്തിമ വിധിയുടെ ചിത്രം. മധ്യപ്രദേശിലെ ചിന്ദ്വാഡ കോൺഗ്രസിന്റെ അഭിമാന മണ്ഡലമാണ്. അമേഠി പോലും അടിതെറ്റിയിട്ടും പൊതുതിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോൽക്കാത്ത മണ്ഡലം. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് വിജയിച്ച ഈ സീറ്റ് മാത്രമാണ് മധ്യപ്രദേശിലെ 29-ൽ കഴിഞ്ഞ വട്ടം കോൺഗ്രസിന് കിട്ടിയത്. ഉത്തർപ്രദേശിലെ സഹരൻപൂരിൽ ഇമ്രാൻ മസൂദ്,
കോൺഗ്രസിനും എസ് പിക്കും നിർണായകമാണ് ഈ സീറ്റിലെ ജയം. പീലിഭിത്തിലും നാളെയാണ് വിധിയെഴുത്ത്. വരുൺ ഗാന്ധിയിൽ നിന്നും BJP പിടിച്ചെടുത്ത സീറ്റ് നിലനിർത്താനുള്ള ദൗത്യം ജിതിൻ പ്രസാദയ്ക്കാണ്. കേരളത്തോട് പൊക്കൽക്കൊടി ബന്ധമുള്ള ലക്ഷദ്വീപ് മുതൽ ജമ്മു കാശ്മീർ വരെ ആദ്യഘട്ടത്തിലെ 102 സീറ്റുകൾ രാജ്യത്തിന്റെ പരിച്ഛേദം തന്നെയാണ്. കലാപകലുഷിതമായ മണിപ്പൂരും നാളെ വിധിയെഴുതും. രാജ്യത്തിന്റെ ഭാവി എന്നതിന് അപ്പുറം ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെയാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിക്കപ്പെടുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. അപ്പോൾ പലയിടങ്ങളിലുള്ള റിപ്പോർട്ടുകളാണ്. നാളെ ഈ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ തത്സമയം എത്തിക്കുകയും ചെയ്യും. അല്ലേ, രാവിലെ നമ്മുടെ വോട്ടെടുപ്പ് തുടങ്ങുന്ന തൊട്ട് അവിടുത്തെ ഓരോ ബൂത്തിലെയും കാഴ്ചകൾ ഒക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് 24 എത്തിയും. അതിനുള്ള ഒരു വലിയ സന്നാഹം, ഒരു വിന്യാസം ഒക്കെ നടത്തിയിട്ടുണ്ട്. ഉറപ്പായും ഉണ്ടാവും. അതെ. അപ്പോൾ നമ്മൾ കുറെ കൂടി തമിഴ്നാട്ടിലെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. തമിഴ് തേർത്തൽ. വേണാടും നാഞ്ചിനാടും കേരള ചരിത്രത്തിലെ അവിഭാജ്യ ഏടുകളാണ് ഈ രണ്ട് രാജ്യങ്ങൾ. വേണാട് എന്നാൽ വേൾ അഥവാ രാജാവിന്റെ നാട് എന്നാണ് അർത്ഥം. നാഞ്ചിനാട് കലപ്പകളുടെ നാടും. പരസ്പര പൂർവ്വങ്ങളായിരുന്ന രണ്ട് നാടുകളാണ് രണ്ട് സംസ്ഥാനങ്ങളിലായത്. നാളത്തെ വോട്ടെടുപ്പ് തമിഴ്നാട്ടിൽ വലിയ ആവേശമുണ്ടാക്കുമ്പോഴും നാഞ്ചിനാട്ടുകാർ നിസ്സംഗതയിലാണ്. തോവാള മുതൽ അഗസ്തീശ്വരം വരെയുള്ള നാഞ്ചിനാടിന് പറയാനുള്ളത് അവഗണനയുടെ നീണ്ട കഥയാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ ഭാഗമായിരുന്നു പ്രദേശം. 1956 നവംബർ 1 മുതൽ തമിഴ്നാടിൻ്റെതായി. കന്യാകുമാരി ജില്ലയിലെ തോവാള, അഗസ്തീശ്വരം എന്നീ താലൂക്കുകളും കൽക്കുളം താലൂക്കിന്റെ തെക്ക് ഭാഗവുമാണ് നാഞ്ചിനാടെന്ന് അറിയപ്പെടുന്നത്. 3 ലക്ഷത്തോളം മലയാളികളാണ് ഇവിടെയുള്ളത്. എന്നാൽ ഇവരെ തമിഴ്നാട്ടിലെ പൗരന്മാരായി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന പ്രധാന പരാതി. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഇവർക്ക് ലഭ്യമാകുന്നില്ല. തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവരെ തിരിഞ്ഞു നോക്കുന്നുമില്ല. അതുകൊണ്ടുതന്നെ ഒരു തെരഞ്ഞെടുപ്പും ഇവർക്ക് ആവേശം പകരുന്നില്ല. നാഞ്ചിനാട് എന്ന് പണ്ട് അറിയപ്പെട്ടുന്നത് ആരൽമഴ വഴിക്ക് ഇപ്പുറത്ത് ഈ കന്യാകുമാരി ഡിസ്ട്രിക്ട് മൊത്തം ഏകദേശം മറുനാടൻ മലയാളികൾ എന്നാണ് നമ്മളിപ്പോൾ പറയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ, അതായത് തെക്കൻ തിരുവാങ്കൂരിൽ നിന്ന് നമ്മളെ 58 തമിഴ്നാട്ടോട് ചേർത്ത പിന്നീട് മറുനാടൻ മലയാളികൾ എന്നാക്കി. മറുനാടൻ മലയാളി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെയും സ്ഥാനമില്ല, അവിടെയും സ്ഥാനമില്ല. കൃഷിയായിരുന്നു നാഞ്ചിനാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗം. കാർഷിക വിളകൾ നശിച്ചാൽ പോലും ഒരാനുകൂല്യവും കിട്ടാതായതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു. കന്യാകുമാരി ഒരുക്കിയ ഒരു ഡിസ്ട്രിക്റ്റാണ്. അതിന് ആരും ഒന്നും നോക്കലില്ല. കന്യാകുമാരി കേരളത്തിൻ്റെ കൂടെ പോയാൽ അവർ ചേർക്കില്ല. ഇവിടെ യുവന്മാർ മലയാളി പറയും, അവിടെ വന്നാൽ പാട്ടിക്കാർ പറയും. അപ്പോൾ ഈ കാരണം കൊണ്ട് ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നാഞ്ചിനാട്ടുകാർക്ക് പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും വോട്ടവകാശം വിനിയോഗിക്കാൻ മറ്റന്നാൾ ഇവർ പോളിംഗ് ബൂത്തിലെത്തും. ജാതി മതം അത് അവർ പറയുന്നത് ജാതി മതം ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അവർ ഭരിക്കുന്നത് ജാതി മതം വെച്ചാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വോട്ടിടാതിരിക്കാൻ പറ്റില്ല. നമുക്കത് നമ്മുടെ അവകാശമല്ലേ. തീർച്ചയായും വോട്ടിടാൻ തീർച്ചയായിട്ടും പോവും. വീട്ടിലുള്ള എല്ലാവരും വോട്ട് ചെയ്യും. പക്ഷേ അവർക്ക് ദ്രാവിഡ അന്ത DMK ADMK നമ്മൾ ചെയ്യില്ല. ഇത്തവണയും നാഞ്ചിനാട്ടുകാർ വോട്ട് ചെയ്യാൻ പോകും. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രത്യേക ചായ്വ് കൊണ്ടല്ല, മറിച്ച് അത് തങ്ങളുടെ അവകാശവും കടമയുമാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് മാത്രം. നാഞ്ചിനാട് നിന്നും ക്യാമറമാൻ വിപിൻ വേളിക്കും ജിതിനുമൊപ്പം VA ഗിരീഷ്, 24. യെസ്, വിജയകുമാർ, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഇലക്ഷൻ സ്റ്റണ്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ വരാറുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ലൈവ് കാണുന്നുണ്ട്. പക്ഷേ
നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊന്നും കാണുന്നില്ല. കാരണം എന്നും ഹായ് അല്ലെങ്കിൽ ഗുഡ് ഈവനിംഗ് ഒക്കെ പറഞ്ഞെത്തുന്ന നമ്മുടെ സ്ഥിരമായ ആൾക്കാരുണ്ട്, ഒരുപാട് പേര് അല്ലാതെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നോക്കാം, ഓരോ നോക്കാം. അപ്പോൾ നമ്മൾ നഞ്ചിനാട്ടിൽ നിന്ന് പോകുന്നത് തമിഴ്നാടിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള തെങ്കാശിയിലേക്കാണ്. ഇനി ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന മണ്ഡലത്തിൽ 1996 മുതലാണ് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. 2004-ലും 2009-ലും CPI ആണ് ഇവിടെ ജയിച്ചത്. ഇത്തവണ ദ്രാവിഡ പാർട്ടികളും BJP-യുമായുള്ള ത്രികോണ മത്സരമാണ് തെങ്കാശിയിൽ. രാജപാളയം, ശ്രീവല്ലിപുത്തൂർ, വസുദേവനെല്ലൂർ, കടയനെല്ലൂർ, തെങ്കാശി തുടങ്ങി 6 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഈ തെങ്കാശി ലോക്സഭാ മണ്ഡലം. തേവർ, മുസ്ലിം, SC/ST വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ തേവർ സമുദായത്തിന്റെ വോട്ട് നിർണായകമാണ്. രാജപാളയം, വാസുദേവൻ നല്ലൂർ, ശങ്കരൻകോവിൽ എന്നീ ഭാഗങ്ങളിൽ തേവർ സമുദായത്തിൽപ്പെട്ടവരാണ് ഭൂരിഭാഗവും. കടയനല്ലൂർ മേഖല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൃത്യമായ കൂറ് പുലർത്താത്ത മണ്ഡലം കൂടിയാണ് തെങ്കാശി. DMK, അണ്ണാ DMK സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ചരിത്രമുള്ള തെങ്കാശിക്ക് CPI സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതിന്റെ പാരമ്പര്യം കൂടി പറയുവാനുണ്ട്. திராவிடம் தான் ஆளணும், வேற யாரும் இல்லை. திராவிடம்னா என்ன, திராவிட நாடு, திராவிட ஆளணும். BJPக்கு இங்கே வழி இல்லை. யாருக்கு വോട്ട് പോട്ടാലും എങ്ങൾക്ക് ഒരു പുണ്യവും കിടക്കാതെ ഇങ്ങനെ ചൊല്ലുന്ന തമിഴ് ജനതയും നമുക്ക് തെങ്കാശിയിൽ കാണാം. எனக்கு யார் ஜெயிச்சாலும் என் பொழப்பு தான் கடைசி வரைக்கும் அப்படிங்கிற என்ன சொல்ல. யார் ஜெயிக்கிறதுனா அவங்க மக்கள் ஓட்டு போடுறத பொறுத்து இருக்கு சார். நம்ம இல்லை, மக்கள் யார் யாருக்கு எப்படி செய்வாங்க மக்களுக்கு தெரியுங்களா, அது மாதிரி தான் நம்மளும் பார்க்கணும். ആര് എങ്ങൾക്ക് പൈസ തരുവാങ്ങളോ അവങ്ങൾക്ക് വോട്ട് കൊടുത്തിടുമേ, ഇങ്ങനെ പറയുന്ന തമിഴരെയും നമുക്ക് തെങ്കാശിയിൽ കാണാം. மக்கள் மனசுக்குள்ள என்ன இருக்குன்னு நம்ம அதை கண்டுபிடிக்க முடியாதுல்ல. யார் எதுக்கு போடுறாங்க அதுக்கு போடுறதோ அப்படிம்பாங்க, கடைசியில் யாருக்கு போடுறாங்க நமக்கு சொல்ல முடியாது. அதனால எல்லாரும் அவங்க 1000 ரூபா கொடுக்காங்க, அதனால அவங்க நன்றியை நினைச்சு யாருக்கு போடுறாங்கன்னு தெரியாது. വ്യത്യസ്തമായ ജനസംഖ്യാ ശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന തെങ്കാശി തമിഴ് രാഷ്ട്രീയത്തിന്റെ നിർണായകമായ മണ്ഡലങ്ങളിലൊന്നാണ്. തെങ്കാശി മണ്ഡലത്തിന്റെ ജനവിധി അറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കാം. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം തെങ്കാശിയിൽ നിന്ന് അരുൺ രാജ്, 24. അപ്പോൾ അവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്, എന്ത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക എന്ന് ഓരോരുത്തരും പറയുകയായിരുന്നു അല്ലേ. ഇപ്പൊ നാളെ കൂടെ ഉള്ളൂ തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ വാർത്തകൾ അല്ലേ. മുഴുവൻ ലോക്സഭാ സീറ്റും അതെ മുഴുവനും നാളെ വിധി എഴുതുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റോറികൾ ഉണ്ടാവില്ല. ഇല്ല. അപ്പോൾ നമ്മുടെ കമന്റ് കാണുന്നില്ല, നമ്മുടെ സ്ഥിരമായ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഒരു രക്ഷയില്ല, കാരണം അവരെല്ലാം ഉണ്ട്, അവരെല്ലാം മിണ്ടാതിരിക്കുകയായിരുന്നു. ഹായ് പറയുന്നുണ്ട് ഒരുപാട് പേർ, നമ്മുടെ സ്ഥിരം കാഴ്ചക്കാരെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ പറയാണ്, SKC, അതാണ് ID നെയിം, വിജയകുമാർ, ഞങ്ങൾ സ്ഥിരമായി ന്യൂസ് കാണാറുണ്ട്, പക്ഷേ കമന്റ് ഇടാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാത്തത്. ഇപ്പോൾ ഇവിടെ ചോറുണ്ണാനുള്ള തിരക്കിലാണെന്നാണ് പറയുന്നത്. അപ്പൊ കറി ഉണ്ടാക്കുകയാണ്, നിങ്ങൾ ചോറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മള് ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള തിരക്കുകളിലൊക്കെയാണ് ആൾക്കാരെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പേര് വിജയകുമാറിനും എനിക്കും ഗുഡ് ഈവനിംഗ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ഈവനിംഗ്. ഒരു കാര്യം കൂടി ഉണ്ട്, തൃശ്ശൂർ പൂരം കാണിക്കാൻ ടൈം ഉണ്ടാവുമോ നാളെ ഇലക്ഷൻ ഇടയിൽ നിന്ന് കിരൺ കിലു ചോദിക്കുന്നു. അതെന്ത് ചോദ്യം. അപ്പോ തൃശ്ശൂർ പൂരവും ഉണ്ടാവും, തെരഞ്ഞെടുപ്പ് പൂരവും ഉണ്ടാകും, രണ്ടും മാറി മാറി നമ്മൾ കാണിക്കും. ഞാനിപ്പോ ആലോചിക്കായിരുന്നു, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ആ പരീക്ഷയ്ക്ക് എഴുതാൻ വന്നു, പരീക്ഷ പാസ്സായോ എന്നുള്ളത്. പരീക്ഷ പാസ്സായാലേ രാമേന്ദ്രനെ നാളെ പൂരപ്പറമ്പിൽ കാണാൻ കഴിയൂ. അപ്പം രാമന്റെ ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എഴുന്നള്ളത്തിന് വരുന്നത്, രാത്രി തന്നെ അറിയാം. അപ്പോ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് അത് പൊളിച്ചു. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണികളുടെ ശക്തി പ്രകടനം കൂടിയാണ് സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾ. വാശിയേറിയ പോര് നടക്കുന്ന കോട്ടയത്ത് സ്ഥാനാർത്ഥികളുടെ സ്വീകരണങ്ങളിലെ ചില രസകരമായ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പൂച്ചെണ്ടും പൂമാലയും ഒക്കെ കൊടുത്തുള്ള സാധാരണ സ്വീകരണം മാത്രമല്ല കോട്ടയത്തുള്ളത്. ഇവിടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഉണ്ട്. തേങ്ങയുണ്ട്. തോമസ് ചാഴികാടനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ 2 വോട്ട് ചെയ്ത് സ്വീകരണം എങ്ങനെ വെറൈറ്റി ആക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് പാർട്ടി പ്രവർത്തകർ.
പടക്കം പൊട്ടിക്കുന്നതും മാലയിടുന്നതുമൊക്കെ അല്പം ഓൾഡ് ഫാഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, സ്ഥാനാർത്ഥികൾക്ക് നല്ല കിടിലൻ സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്കാണ് സമ്മാനങ്ങൾ ഏറെ കിട്ടുന്നത്. ചക്കയും മാങ്ങയും തേങ്ങയും എന്ന് വേണ്ട സകലതുമുണ്ട് ഇതിൽ. പഴങ്ങളും അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ നൽകുക എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. അവരെന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ 2 or 3 കൊട്ട പഴങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് സാധാരണ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന വാഴപ്പഴം മാത്രമല്ല, മറ്റ് പഴങ്ങളും കൂടി വളരെ സ്നേഹത്തോടു കൂടിയാണ് ആളുകൾ കൊണ്ടുവരുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് പക്ഷേ പച്ചക്കറിയും പഴങ്ങളും കിട്ടുന്നത് അല്പം കുറവാണ്. ഷോളുകൾ തന്നെയാണ് കൂടുതലായും കിട്ടുന്നത്. ഇടയ്ക്ക് നോട്ടുമാലയും കഴുത്തിൽ വീഴും. ഷോളുകളാണ്, പിന്നെ പൂക്കളും ഒക്കെ തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. പഴമൊക്കെ തന്നിട്ടുണ്ട്, പഴം തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ സാധനങ്ങൾ, പഴം, മധുരം ഒക്കെ തരാറുണ്ട്. പക്ഷെ അധികവും നമ്മുടെ ഈ ഷോളുകളാണ് മെയിനായിട്ട് വരുന്നത്. ട്രേഡ് മാർക്കാണ് അത്, UDFന്റെ ട്രേഡ് മാർക്കാണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഷോളുകളാണ്. NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ ഷോളുകളും പൂക്കളുമാണ് താരം. വിവിധ നിറത്തിലുള്ള പൂക്കളും പാർട്ടി ഷോളുകളും നൽകിയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം പോയ ഞങ്ങൾക്കും കിട്ടി ഒരാപ്പിൾ. എന്തായാലും സ്ഥാനാർത്ഥികളോടുള്ള സ്നേഹം അങ്ങനെ സമ്മാനങ്ങൾ നൽകി പ്രവർത്തകർ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ടോബി എന്തായാലും ആ തെരഞ്ഞെടുപ്പ് മോശമാക്കിയില്ല. ഒരു ആപ്പിൾ തന്നെ എനിക്ക് തോന്നുന്നു പ്രജിൻ, ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഇപ്പൊ കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ നോട്ടുമാലയായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ? അവർക്ക് ഫണ്ടില്ല എന്ന പരാതി നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് ഈ പൊതുജനങ്ങൾക്കിടയിൽ പിരിവ് നടത്തുന്നുണ്ടായിരുന്നു, ബക്കറ്റ് പിരിവൊക്കെ. രക്ഷയില്ല. അതാണ്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ നോട്ടുമാല കൂടുതൽ വന്നാൽ അവർക്ക് സന്തോഷമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചൂടൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഈ പറയുന്നത് പോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലായി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറെ കമന്റുകൾ വരുന്നുണ്ട് ജയകുമാർ. അതിൽ 24 മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. മുഹമ്മദ് ഷാഫി പി പരിഗണിച്ചിരിക്കുന്നു. നമ്മൾ ആ സ്പോട്ടിൽ തന്നെയാണ് അതിലേക്ക് വരുന്നത്. ജോബി AJ, ഞാൻ രാവിലത്തെ 6 മണി ഷോ മുതൽ കാണുന്നത് 24 ആണ്. ഇപ്പോൾ വൈകുന്നേരം കാണുന്നുണ്ട്. രാവിലെ ഹായ് അയച്ചിട്ടും ഗുഡ് മോർണിംഗ് അയച്ചിട്ടും മറ്റു പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ജോബി AJ പറയുന്നു. നമ്മളിപ്പോൾ ജോബി AJ പരിഗണിച്ചിരിക്കുന്നു അല്ലേ? അപ്പം അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വരും സമയങ്ങളിൽ വായിക്കാം. അപ്പോൾ ഇടവേളയല്ലേ? അപ്പോൾ നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രജിന്റെ ചോദ്യം ചോദിച്ചേക്കാം. കാരണം ഇന്നിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്നത്തെ ഒരു എന്താണ് പറയുക, ഒരു ചൂടേറിയ വാർത്ത എന്ന് പറയുന്നത് ഈ നമ്മുടെ കാസർഗോഡ് എന്നൊരു വാർത്തയാണല്ലോ, EVM കുറിച്ച്. ഇപ്പൊ അത്തരം മെസ്സേജുകൾ കൂടി ഉണ്ട്. നിങ്ങൾ സിദ്ദിഖ് പറയുന്നു, സിദ്ദിഖ് നിങ്ങൾ കാസർഗോഡ് EVMന്റെ മോക്ക് ഡ്രിൽ നടത്തിയപ്പോൾ BJP മുന്നിൽ വന്ന വാർത്ത അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പൊ അതിപ്പം സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനോട് അത് അന്വേഷിക്കാൻ പറഞ്ഞു. അത് അന്വേഷിച്ചു. അതിൽ ക്രമക്കേടില്ലെന്ന് പറഞ്ഞു. ആ കംപ്ലൈന്റ് ആയിരുന്ന അല്ലെങ്കിൽ പരാതി ഉയർന്ന EVMൽ 1000 വോട്ട് ചെയ്തു. 1000 വോട്ട് ചെയ്ത് അതിൽ കുഴപ്പമില്ല എന്ന് ഈ 3 പാർട്ടികളുടെയും ഏജന്റുമാരുടെ മുന്നിൽ തെളിയിച്ചു എന്ന് ജില്ലാ കളക്ടറുടെ വാർത്താക്കുറിപ്പ്, അല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഇന്നിപ്പോൾ കേട്ട ഒരു വാക്കാണ്. ആ വാക്കിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. VVPAT എന്നുള്ളത് VVPAT ഉണ്ടുക എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് VVPAT? അതിന്റെ ഫുൾ ഫോം എന്താണ്? വളരെ സിമ്പിളായ ചോദ്യമാണ്. പെട്ടെന്ന് ആദ്യം ഉത്തരം വായിക്കും അവരാണ് മിടുക്കൻ. അതെ, അപ്പോൾ നമ്മൾ ഒരു ഇടവേള കഴിഞ്ഞ് ആ ഉത്തരം പരിശോധിക്കും. അതിനൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ അടിവേരുകളൊക്കെ തേടിയുള്ള നമ്മുടെ പതിവ് യാത്ര വേരുകൾ എന്ന സെഗ്മെന്റും കാണാം. ചെറിയ ഇടവേള. VVPAT എന്താണ്? ഇടവേളയ്ക്ക് ശേഷം. യെസ്, വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് നമ്മൾ ചോദിച്ച ചോദ്യം അല്ലേ, ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ശരിയുത്തരം പറഞ്ഞ ഒരാൾ അതുല്യ എന്ന് പറയുന്നൊരു പ്രേക്ഷകയാണ്. വോട്ടർ വെരിഫൈബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം, VVPAT. അപ്പോൾ അതെന്താണ് എന്നുള്ളതല്ലേ
നമ്മളൊരു എന്താണ് പറയുക, നമ്മുടെ EVM മെഷീൻ നമ്മുടെ ഒരു വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് കൃത്യമായി ആർക്കാണ് പോയത് എന്ന് വോട്ടർക്ക് കാണാനുള്ള ഒരു കാര്യമാണ് അല്ലെ, സംവിധാനമാണ്. 7 സെക്കൻഡ് സമയത്ത് നമുക്ക് അത് കാണാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം അത് മുഴുവൻ VVPATകളും എണ്ണണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ആ കേസ് വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടും. അതെ, അത് മുഴുവൻ കൗണ്ട് ചെയ്യുക എന്നുള്ള. അപ്പോൾ അത് ഇന്ന് ആ ഹർജി കോടതിയിൽ വന്ന സമയത്താണ് നമ്മൾ കാസർഗോഡ് നേരത്തെ പറഞ്ഞ പ്രശ്നം ഉന്നയിച്ചത്. അതിൽ ആ ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. 100% VVPATകളും എണ്ണുക എന്നത് അസാധ്യമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. അതാണ്. അപ്പോൾ കോടതി അത്ര അനുകൂലമായിട്ടല്ല പ്രതികരിച്ച ചോദ്യങ്ങളൊക്കെ. നിങ്ങൾ എന്തിനാണ് ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നത്, അങ്ങനെ EVM-നെ സംശയിക്കേണ്ട, അമിതമായ സംശയമൊന്നും വേണ്ട എന്നൊക്കെ കോടതി വാക്കാൽ പറഞ്ഞു. ഉത്തരവിൽ എന്താണ് എന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് ശരിയുത്തരം വായിച്ചു, പക്ഷേ അതുല്യക്കാണ് ശരിയുത്തരം പറഞ്ഞ ആളെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. വേരുകൾ. മുക്കൂട്ട് മുന്നണി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായത് കേരളത്തിൽ നിന്നാണ്. 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മുക്കൂട്ട് മുന്നണി സംഭവം. മുക്കൂട്ട് മുന്നണിയെ അന്നത്തെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. മുക്കൂട്ട് ഉദ്ഭവം എന്നാണ് എഴുത്ത്. ഈ മുക്കൂട്ട് വരുന്നത് എവിടെ നിന്നാണ് എന്ന് സംശയമുണ്ടെങ്കിൽ അതും നോക്കാം. വൈദ്യശാലയിൽ നിന്നാണ്. 1960 തിരുവനന്തപുരത്ത് ഉയർന്ന ബോർഡാണ്. മുക്കൂട്ട് എന്നാൽ ആയുർവേദത്തിൽ നെല്ലിക്കയും താനിക്കയും കടുക്കയുമാണ്. ത്രിഫല എന്ന് സംസ്കൃതം. ഈ 3 വിരുദ്ധ ഫലങ്ങൾ ചേർന്നാൽ അത് ഉച്ചിയിൽ തണുപ്പിനുള്ള ഔഷധമാണ്. പട്ടം താണുപിള്ളയുടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ബാഫക്കി തങ്ങളുടെ മുസ്ലിം ലീഗ്, ഈ 2 പാർട്ടിയെയും നഖശിഖാന്തം എതിർത്തിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇത് 3ഉം മുന്നണിയായപ്പോഴാണ് മുക്കൂട്ട് മുന്നണി എന്ന ആ പേര് വന്നത്. 1957 സോഷ്യലിസ്റ്റുകളും ലീഗും സഖ്യമായിരുന്നെങ്കിലും കോൺഗ്രസ് കടുത്ത ലീഗ് വിരുദ്ധരായിരുന്നു. ആ ലീഗ് വിരോധം കൊണ്ടുണ്ടായ ത്രികോണ മത്സരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റിയത്. 1960 ആ പാളിച്ച തിരുത്തി രൂപീകരിച്ചതാണ് മുക്കൂട്ട്. EMS-നെ ചൈനീസ് ചാരനാക്കിയായിരുന്നു മുക്കൂട്ടിന്റെ മറുപടി. ചീനക്കാരുടെ ചാരന്മാരെ കേരളനാട് കൊതിക്കേണ്ട, കേരളനാട് ഭരിക്കാനായി വോട്ടും തേടി നടക്കേണ്ട, ഇതായിരുന്നു ആ മറുപടി മുദ്രാവാക്യം. തിരുക്കൊച്ചി മന്ത്രിസഭയെ പട്ടം താണുപിള്ള നയിച്ചിരുന്ന കാലത്തെ പോലീസ് വെടിവെപ്പും അന്ന് പ്രചാരണങ്ങളിൽ നിറഞ്ഞു. ഫലം വന്നപ്പോൾ 94 സീറ്റുമായി മുക്കൂട്ട് മുന്നണിയുടെ ഉജ്ജ്വല വിജയം. കോൺഗ്രസിന് 63 സീറ്റ്. 12 മത്സരിച്ച ലീഗ് 11 ജയിച്ചു. 20 സീറ്റ് കിട്ടിയ PSPയുടെ പട്ടം താണുപിള്ളയ്ക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനവും നൽകി. ഒപ്പം മത്സരിച്ചെങ്കിലും മുക്കൂട്ട് മുന്നണിയിലെ ലീഗിന് മന്ത്രിസഭയിൽ പ്രവേശിക്കാനായില്ല. ഇന്നത്തെ വയനാട്ടിലെ പോലെ അന്നും പച്ചക്കൊടി കോൺഗ്രസ് പതാകയ്ക്കൊപ്പം പാറിയില്ല. ലീഗിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് 1967 വരെ കാത്തിരിക്കേണ്ടി വന്നു. EMS-ന്റെ സപ്തകക്ഷി മന്ത്രിസഭയാണ് ആ പച്ച പരവതാനി വിരിച്ചത്. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പൊ അങ്ങനെ ഒരുപാട് രസക്കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ വേരുകൾ എന്ന സെഗ്മെന്റ് അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. പഴയ ഒരുപാട് ചരിത്രം എന്താണെന്ന് അറിയാനും ആ കാഴ്ചകൾ അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പാഠം കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റ് സ്ഥാനാർത്ഥിക്കൊപ്പം. മണ്ഡലം പിടിക്കാൻ മന്ത്രി തന്നെ മത്സരിക്കുന്ന ആലത്തൂരിൽ വിഷയം വെള്ളവും വെയിലുമാണ്. പിന്നണിയിൽ പാട്ടിന്റെ അകമ്പടി ഉണ്ടെങ്കിലും നടക്കുന്നത് ഗംഭീര രാഷ്ട്രീയ പോരാണ്. പാട്ടുപാടി വോട്ട് തേടിയ 2019 നിന്ന് രമ്യ ഹരിദാസ് ഏറെ മുന്നേറി സുപരിചിതയായി കഴിഞ്ഞു. ആലത്തൂരിൽ അപരിചിതത്വം ഒട്ടുമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് മന്ത്രി K രാധാകൃഷ്ണനും. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു. തൃശൂർ മുതൽ അങ്ങ് പൊള്ളാച്ചി മണ്ഡലത്തിന്റെ അതിർത്തി വരെ നീണ്ടുകിടക്കുന്ന ആലത്തൂരിൽ ചൂട് ഒരു വില്ലൻ തന്നെയാണ്. പക്ഷേ ചൂടിനെ തോൽപ്പിക്കുന്ന പ്രചാരണവുമായാണ് സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയത്. പാട്ടും പാടും വോട്ടും പിടിക്കും എന്നാവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് രമ്യ ഹരിദാസിന്റെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വ്യക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയിൽ ഇന്നുവരെ പാർട്ടി ഒരു അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ല.
കാരണം അത് സ്ഥാനാർത്ഥിയുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിട്ടുതന്നിരിക്കും. അപ്പം പാർട്ടിയാണ് നേരത്തെ അവർ ആരോപണം ഉന്നയിച്ചു, പാർട്ടി പറഞ്ഞു പാട്ട് പാടുന്നത്. അതേ പാർട്ടി തന്നെ ഒരുമിച്ചിരിക്കുമ്പോൾ പാർട്ടി ആദ്യം തന്നെ വേദിയിൽ വിളിച്ച് സംസാരിക്കാൻ വിളിച്ചപ്പോൾ അതേ പാർട്ടി ലീഡർഷിപ്പ് തന്നെയാണ് ആദ്യം തന്നെ ഒരു പാട്ടിലൂടെ തുടങ്ങാം എന്ന് പറഞ്ഞത്. പാലക്കാടിന്റെ കടുത്ത ചൂടിലും ആവേശം ഒട്ടും കുറയ്ക്കാതെയാണ് നിലവിലെ എംപിയും UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ പര്യടനം മുന്നേറുന്നത്. ആലത്തൂരിലെ ഓരോ കുടുംബത്തിലെയും ഒരു അംഗമായി മാറാൻ കഴിഞ്ഞതാണ് തന്റെ വിജയമെന്നും ഇത്തവണയും ആലത്തൂരിൽ വിജയിക്കുമെന്നും ഉറപ്പിച്ചാണ് രമ്യയുടെ പര്യടനം തുടരുന്നത്. LDFന് അടിയുറച്ച വോട്ടുകളുള്ള മണ്ഡലമാണ് ആലത്തൂർ. കെ രാധാകൃഷ്ണനെ പോലെ സർവസമ്മതനായ ഒരു സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ വലിയ ഊർജത്തിലാണ് LDFന്റെ പ്രചരണ പരിപാടികളെല്ലാം മണ്ഡലത്തിൽ നടക്കുന്നത്. ചിട്ടയായ പ്രചാരണം, എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ, ഇതെല്ലാമാണ് LDFന്റെ മുഖമുദ്ര. രാധാകൃഷ്ണനെ പോലെ സൗമ്യനായ ഒരു സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ വർദ്ധിത വീര്യത്തോടെയാണ് LDF ആലത്തൂരിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോട്ട എന്ന് കരുതിയ മണ്ഡലം കൈവിട്ടുപോയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല ഇടതുപക്ഷത്തിന്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയെന്ന ചെറുപ്രസംഗമാണ് രാധാകൃഷ്ണൻ എല്ലായിടത്തും നടത്തുന്നത്. വിഷുക്കാലമായതിനാൽ കൊന്നപ്പൂക്കൾ ഉൾപ്പെടെ നൽകിയാണ് രാധാകൃഷ്ണനെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും പ്രവർത്തകർ വരവേൽക്കുന്നത്. പ്രചാരണത്തിനിടെ കാലിന്റെ ചെറുവിരലിന് ഒടിവുണ്ടായത് LDF സ്ഥാനാർത്ഥിയെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ഇപ്പൊ തന്നെ കുറച്ച് വൈകിട്ടുണ്ട്, എന്റെ കാലിന്റെ വിരലിന് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് വേദനയ്ക്കും, അതുകൊണ്ടാണ് എല്ലാവരും എടുത്തിട്ട് വരാറുണ്ട്. വ്യക്തിപരമായ ആ വേദന കടിച്ചമർത്തി ജനങ്ങൾക്കിടയിൽ സ്ഥാനാർത്ഥി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ടു പോകുന്നു, വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ. വലിയ ആൾക്കൂട്ടമില്ലെങ്കിലും ഉറച്ച ആത്മവിശ്വാസത്തിലാണ് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ സരസ്വതി ടീച്ചറുടെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. NCCയിൽ പ്രവർത്തിച്ചതിന്റെ അച്ചടക്കത്തോടെ ഒരു പട്ടാള ചിട്ടയിലെ പ്രചാരണം. നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് താൻ വോട്ട് ചോദിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി. നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും നാളും ഭരിച്ചിരുന്ന കേരളത്തിൽ ഇത്ര നാളും ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്തു വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? പാർട്ടിയുടെ ആൾക്കാർക്കുള്ള വികസനം അല്ലാതെ എന്ത് വികസനം നാട്ടുകാർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓരോ ദിവസവും നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ ചൂട് 44 ഡിഗ്രി കടന്ന് മുന്നേറിയത് സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും കുറച്ചധികം ബുദ്ധിമുട്ടിച്ചെങ്കിലും ചൂടിനെ 2ാം സ്ഥാനത്താക്കിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ മുന്നോട്ടു പോക്ക്. പ്രചാരണം കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടു തന്നെ വോട്ടുറപ്പിക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. 24 ആലത്തൂർ. അപ്പൊ ഇനി കേവലം ഒരാഴ്ച മാത്രമാണുള്ളത്. 5 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പരസ്യ പ്രചാരണം അവസാനിക്കും. അപ്പം അവസാന ലാപ്പിലാണ് കാര്യങ്ങളെല്ലാം. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ ആ വോട്ട് പരമാവധി പോക്കറ്റിലാക്കാൻ കഴിയൂ. അതിന്റെ ശ്രമങ്ങൾ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ രമ്യ ഹരിദാസ് അവരുടെ പ്രചാരണ വേദിയിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പാട്ട് പാടാൻ ആവശ്യപ്പെടുമായിരിക്കും അല്ലേ? ഈ പ്രസംഗവും പാട്ടും എല്ലാം കൂടി വലിയ ബുദ്ധിമുട്ടാവൂല്ലേ? നമ്മൾ സ്ട്രെയിൻ ചെയ്യാണല്ലോ കൂടുതൽ അല്ലേ? തീർച്ചയായിട്ടും. അത് പക്ഷെ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് കമന്റ്സ് ഉണ്ട് വിജയകുമാർ. അതിനകത്ത് 2 കമന്റുകൾ ഇപ്പോൾ വായിക്കാം. ഒന്ന് അയ്യോ പോയോ, അതാ KTA ശുക്കൂർ പറയുന്നു, അതായത് ലക്ഷദ്വീപ് നാണ് പുള്ളി. നാളെ ഇലക്ഷനാണ്. അതെ, നിങ്ങൾക്ക് എന്താ ഇവിടെ ഒരു ബ്യൂറോ തുടങ്ങിയാൽ ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ലക്ഷദ്വീപിലെ വിശദമായ രാഷ്ട്രീയ കാഴ്ച 3 സ്ഥാനാർത്ഥികളുടെ ഒപ്പം ഒക്കെ നമ്മൾ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് ആലോചിക്കാം അല്ലേ? എസ്കിനോട് പറയാം നമുക്ക്. നമ്മൾ തന്നെ വാങ്ങാണ്. അപ്പൊ മറ്റൊന്ന് വിജി പോലോസ് ആണ്. ഇലക്ഷൻ സ്റ്റണ്ടും അവതാരകരും അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാര്യം കൂടെ വായിക്കാം. മിനി ബാബു പറയാണ്, മിനി ബാബുവിന് ഇലക്ഷൻ സ്റ്റണ്ട് ഒരു ക്ലാസ് അത്രേ. ക്ലാസ് ആണ്. അപ്പം ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് പേടിച്ചിട്ടാണ് മിനി ബാബു ക്ലാസ്സിൽ കയറാതെ ഒന്നും പറയാതിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ നമ്മോട് സ്നേഹം പങ്കുവെക്കുന്നു, ഒപ്പം അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുന്നത് തുടരുക എന്തായാലും. അപ്പൊ ഇനിയും നമുക്ക് കമ്പക്കെട്ടിന് തീ കൊടുത്താലോ? പിന്നെ കമ്പക്കെട്ട്. രാജഭരണം അവസാനിച്ച് ജനാധിപത്യം വന്നിട്ട് 7.5 പതിറ്റാണ്ട് കഴിഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിൽ രാജഭരണത്തിന് കുറച്ച് വോട്ടുണ്ടോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് പിടുത്തം കണ്ടപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർക്ക് ഈ സംശയം തോന്നിയത്. പല്ലവ, പാണ്ഡ്യ, ചോള, ചേര വംശത്തിലാണെന്ന് അതിലേതാണെന്ന് നോക്കിയിട്ട് നമുക്ക് പിടി കിട്ടിയിട്ടില്ല. എങ്കിലും കണ്ടുവരാം വോട്ടെടുപ്പ് കാലത്തെ ഈ കോയമ്പത്തൂരിലെ കാഴ്ച. അപ്പോൾ ഏത് രാജവംശത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുമായിരിക്കും. നോക്കാം. രാജാതിരാജ, രാജമാർത്താണ്ഡ, രാജഗംഭീര, രാജകുല തിലക, രാജപരാക്രമ, രാജവൈരാഗ്യ, മാമന്മാർ 23 പുലികേശി, പരാഗ് പരാഗ് പരാഗ്. കണ്ടിട്ട് ഇതത്ര പുലികേശിയൊന്നുമല്ല, തികച്ചും ശാന്തൻ. വിനയത്തോടെയാണ് ഈ എഴുന്നള്ളത്ത്. കയ്യിൽ നോട്ടീസുണ്ട്, അഭ്യർത്ഥനയാണ്.
അരസന്റെ പേര് നൂർ മുഹമ്മദ്. ഇപ്പോൾ മത്സരിക്കുന്നത് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ. എല്ലോരും തയ്യാറാக இருக்கிறீர்களா? രാജാ പാർട്ടി വേഷം കെട്ടി ഇറങ്ങിയ സ്ഥാനാർത്ഥി സീരിയസ് ആയി തന്നെ വോട്ട് പിടുത്തം തുടരുകയാണ്. വാടക കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ കിട്ടാഞ്ഞിട്ടാണോ എന്തോ മന്നനു മാത്രമേ കിരീടമുള്ളൂ. எங்கே புதிய இன்னும் ஒருமுறை பாடு. ராஜாதிராஜ ராஜ மார்த்தாண்ட ராஜ கம்பீர ராஜ குலதிலக ராஜ பராக்கிரம. കൂടെയുള്ള അമേച്ചർക്കും ഭടനും കിരീടമില്ല, പകരം ഹെൽമറ്റ്. என்றைக்கு என் சின்னத்திற்கு சின்னாபண்ணமாக போகிறீர்கள் என்று தெரியவில்லை. അല്ലല്ല, അങ്ങനല്ല കാര്യം. വാടക കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല. ഡോ ഭട എന്ന് വിളിക്കുമ്പോൾ നോട്ടീസും കൊടുത്ത് തല ഇങ്ങനെ ചരിച്ച് കുനിച്ച് കാണിക്കണം ഭടനും മന്ത്രിയും. അപ്പോ തലയിലിരിക്കുന്ന ഹെൽമറ്റ് നാട്ടുകാരൻ ഓട്ടർ കാണും. അപ്പോ മാമന്നൻ പറയും, ഇത് താനെങ്കൽ ചിഹ്നം, തലൈ കവസം, ഹെൽമറ്റാണ്, ഇതാണ് നമ്മുടെ അടയാളം. ഇലക്ഷൻ ഡെസ്ക് 24. പിടികിട്ടിയോ? ഇത് പൊളിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് ചിഹ്നം അടയാളപ്പെടുത്താൻ പറ്റിയ വഴിയാണിത് അല്ലേ? പെട്ടെന്ന് ആളിലേക്ക് അങ്ങ് സ്ട്രൈക്ക് ചെയ്യും. അതെ. പിന്നെ ആരും ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ അല്ലെ? അപ്പോൾ ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് പ്രജിൻ. കെ ശൈലജ ടീച്ചറിനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബാലുശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡ് അംഗം ഹരീഷ് കുമാറിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഹരീഷ് കുമാർ തേജസ് അരങ്ങാടത്ത് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ഥാനാർത്ഥിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന് CPIM പരാതിപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ 2 പേർ, അങ്ങനെ ഈ വിഷയത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എല്ലാവരും UDF പ്രവർത്തകരാണ്. അതെ, നേരത്തെ തന്നെ അത് CPM വ്യക്തമാക്കിയതാണ്. അതിനെതിരെ പോലീസ് നടപടി ഉണ്ടാകുമെന്ന് കൃത്യമായി വ്യക്തമാക്കിയാണ്. അപ്പോൾ ആ രീതിയിലേക്ക്, ആ നടപടികളിലേക്ക് ആ പാർട്ടി കടക്കുന്നുണ്ട്. അപ്പം പരാതി ഇനിയുണ്ട് എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ ഇത് സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രചാരണം, എന്ന് വെച്ചാൽ പല സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട്, ഈ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്, പലയിടത്തും കേസെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യത്തിലെ അങ്ങേറ്റം മോശം പ്രവണതയാണ്. അതിന് ഇതൊക്കെ വെറുതെ ഫോർവേഡ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പണി വാങ്ങിച്ച് കെട്ടണ്ട അല്ലേ? അത് അങ്ങനെ ഒരു അപകടം കൂടിയുണ്ട്. അപ്പോൾ ഒരു ഇടവേള അല്ലേ? കഴിഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയ ലോകത്തിന്റെ തിരശ്ശീലനിഷ്ഠുള്ള യാത്രയിലേക്കാണ് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അല്ലേ? അതെ. അപ്പോൾ അടുത്ത ഒരു ജനകീയ സെഗ്മെന്റ് ആണ് തിരശ്ശീല. പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ്, ചുവടുപിഴച്ച ഭരണാധികാരി, ഈ 2 കുറ്റാരോപണങ്ങളിൽ നിന്നും മോചനമില്ലാത്തയാളാണ് പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ. രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റിയെന്ന് ആര് കുറ്റപ്പെടുത്തിയാലും സുതാര്യമായിരുന്നു ബുദ്ധദേവിന്റെ വ്യക്തിജീവിതം. ഒറ്റമുറി ഫ്ളാറ്റിലാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ബുദ്ധദേവ് ജീവിക്കുന്നത്. ജ്യോതി ബസുവിന്റെ ഈ അന്ത്യയാത്രയിലാണ് ബുദ്ധദേവിന്റെ സർവ്വസ്വതന്ത്രമായ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. 3 പതിറ്റാണ്ട് എന്ന ബസുവിന്റെ തണലിൽ നിന്ന് ബുദ്ധദേവിന്റെ നിഴലിലേക്ക് ബംഗാൾ CPIM മാറിയ നിമിഷം. 1966 പാർട്ടി അംഗത്വം, 1968 DYF സംസ്ഥാന സെക്രട്ടറി, പിന്നീട് DYFI ആയപ്പോഴും 1981 വരെ 13 വർഷം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ, 1977 ആദ്യമായി MLA, പിന്നെ ദീർഘകാലം മന്ത്രി, 2002 പോളിറ്റ് ബ്യൂറോയിൽ. CPIMന്റെ ഏറ്റവും പ്രതിഭാധരനായ നേതാവ് എന്നായിരുന്നു അതുവരെ ബുദ്ധദേവിനുള്ള വിശേഷണം. അത് മാറാൻ ഏറെക്കാലം വേണ്ടി വന്നില്ല. 2006 കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സിറ്റിക്കായി സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തത് ആദ്യ വിവാദം. ബുദ്ധദേവിന് വീഴ്ച പറ്റി എന്ന് ഹൈക്കോടതി വരെ കണ്ടെത്തിയ സംഭവമാണ്. പിന്നാലെ സിംഗൂരിൽ ടാറ്റയുടെ നാനോ പ്ലാന്റിനായി സ്ഥലമേറ്റെടുക്കാനുള്ള ചടുല നീക്കങ്ങൾ. സാധാരണക്കാരുടെ ഭാഗം കേൾക്കാതെ മുതലാളിമാർക്കൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന വലിയ പഴി, അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. 24 വർഷം ജയിച്ച യാദവ്പൂരിൽ സ്വന്തം ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളോട് തോറ്റ് പടിയിറക്കം, പിന്നെ ചെറിയ ഫ്ളാറ്റിലേക്ക്. ശേഷം പുസ്തകങ്ങൾ കൂട്ടിയിട്ട മുറിയിലിരുന്ന് 13 പുസ്തകങ്ങൾ എഴുതി ഈ പഴയ ബംഗാളി സാഹിത്യ ബിരുദധാരി. പ്രമേഹം കടുത്ത് കാഴ്ച കുറഞ്ഞപ്പോഴും മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് എഴുത്തും വായനയും. 2015 PBയിൽ നിന്ന് പുറത്ത്, 2018 സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും.
സർവപ്രതാപത്തിൽ വാണ പാർട്ടിയുടെ കഥ കഴിച്ചയാൾ എന്ന ദുഷ്പേര് ഇപ്പോഴും ചിലരെങ്കിലും ഉയർത്താറുണ്ട് ബുദ്ധദേവനെതിരെ. সামনে লড়াই, সামনে লড়াই, এই লড়াই লড়তে হবে, শুধু নয় লড়তে তো হবেই, এই লড়াই লড়তে হবে, এই লড়াই জিততে হবে। আমি বলবো লড়তে হবে, আপনারা সবাই বলবেন জিততে হবে। ഇലക്ഷൻ ഡെസ്ക് 24. യെസ്, അത് ബംഗാളിൽ നിന്നുള്ള ഒരു എന്താണ് ഒരു രാഷ്ട്രീയ കാഴ്ച. ബംഗാളൊക്കെ എല്ലാ ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെ ബംഗാൾ. അപ്പോൾ നാളെയും ഉണ്ട്, അടുത്ത എല്ലാ ഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ 7 ഘട്ടങ്ങളിലും ബംഗാൾ പോളിംഗിനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കമന്റ്സ് ഞാൻ വായിക്കട്ടെ. അതായത് നമ്മുടെ വിജ്ഞാനപ്രദമാണോ? അതെ അതെ. ഷനു പറയുന്നു, ഹായ് പ്രജിൻ വിജയകുമാർ, രണ്ടുപേരും അങ്ങനെ പൊളിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുരേഷ് കുമാറിന് മറ്റു സംശയം, നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് ദാസനെയും വിജയനെയും ഓർമ്മ വരുന്നുണ്ട്. ആരാണ് ദാസൻ, ആരാണ് വിജയൻ എന്ന് അത് പറയണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇലക്ഷൻ സ്റ്റണ്ട് അവസാന ദിവസം ഒരു വെടിക്കെട്ട് പ്രതീക്ഷിക്കാമോ സഹോദരങ്ങളെ എന്ന് നമ്മുടെ പവിത്രൻ പാതിരപ്പറ്റ ചോദിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പോകുള്ളൂ കേട്ടോ. അത് പുറത്താണല്ലോ അല്ലെ, വെടിക്കെട്ട് കലാശക്കൊട്ട് നടക്കുന്നത് പുറത്താ. അതെ 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 അതെ. ഇനിയിപ്പോ SKന്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരെണ്ണം കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ഞാൻ വായിക്കും. ആയിക്കട്ടെ. വിജയകുമാർ ഒരു ജെന്റിൽമാൻ ആണ്, നിൽക്കട്ടെ, ബാക്കി പറയാം. പക്ഷേ വോട്ടെണ്ണൽ ദിനം ആ SKന്റെയും ഹാഷ്മിയുടെയും കൂടി വഷളാവുന്നുണ്ട്. പ്രജിൻസി കണ്ണൻ ഒന്ന് ഉപദേശിക്കണം, നന്നാവട്ടെ. ഞാൻ കാര്യമായി ഒന്ന് ഉപദേശിക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. അത് ശരിയാണ്. അപ്പോൾ അത് വളരെ വിജ്ഞാനപ്രദമായ കമന്റായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റ് കണ്ടതും കേട്ടതും. LDFും UDFും NDAയും ഒരു കുടക്കീഴിലായാൽ എങ്ങനെയുണ്ടാകും എന്നാണ് ചോദ്യം. പരസ്പരം കുടുവാളും വടിവാളും ഒക്കെ എടുക്കുന്ന കാലത്ത് ഒരു കെട്ടിടത്തിൽ 3 മുന്നണികളും അലോസരങ്ങളില്ലാതെ കഴിയുന്ന നാട്ടിലേക്കാണ് നമ്മുടെ ഇനിയത്തെ പോക്ക്. അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മുതുവിളയിലാണ് രാഷ്ട്രീയ പക്വതയുടെ ഈ അപൂർവ കാഴ്ച. ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാമെന്നൊരു പഴമൊഴി കേട്ടിട്ടില്ലേ? എനിക്ക് പിന്നിൽ കാണുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്. ക്യാമറ ഒന്ന് മുകളിലേക്ക് നീക്കിയാൽ LDF സ്ഥാനാർത്ഥി V ജോയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാണാം. ഒന്നുകൂടി മുകളിലേക്ക് നീക്കിയാൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെയും. കോട്ട തിരിച്ചുപിടിക്കാൻ LDF, വരുതിയിലാക്കിയ മണ്ഡലം നിലനിർത്താൻ UDF. BJPയും പ്രതീക്ഷയോടെ കണ്ണുവെക്കുന്ന മണ്ഡലം. ആറ്റിങ്ങലിലെ കല്ലറ പഞ്ചായത്തിലെ മുതുവിളയിലാണ് ഈ കാഴ്ച. 3 മുന്നണികൾക്കും ഒരേ കെട്ടിടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. താഴെ നിന്നാദ്യം NDAയുടെ V മുരളീധരൻ്റേത്, രണ്ടാമത് LDF സ്ഥാനാർത്ഥി V ജോയുടെ ഓഫീസ്, ഒടുവിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശിന്റെ ഓഫീസ്. പ്രദേശത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ കെട്ടിടത്തിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 പാർട്ടിക്കാർ മാത്രമേ ഇതിനകത്ത് ഓഫീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ 3 പാർട്ടിക്കാർ, ഇവിടെ 3 പാർട്ടിക്കാരാണ് ഉള്ളത് ആക്ച്വലി ഉള്ളത്. അതിൽ ഇപ്പോൾ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അവരുടേതായ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഒരിടത്താണെങ്കിലും രഹസ്യങ്ങൾ ചോരുമെന്ന ഭയമൊന്നും ഇന്നാട്ടിലെ പാർട്ടിക്കാർക്കില്ല. ഞങ്ങൾ പിന്നെ ഐക്യമുള്ളവരാണ്, അല്ലെങ്കിൽ പിന്നെ ആ ബോർഡ് അങ്ങനെ വയ്ക്കാനൊക്കില്ലല്ലോ. ഞങ്ങൾ ഐക്യത്തോടുകൂടി വെച്ചയക്കാൻ, ഞങ്ങൾക്ക് അവിടെ വിദ്വേഷമൊന്നുമില്ല. പല രാഷ്ട്രീയക്കാർ എന്നുള്ളതേ ഉള്ളൂ. വർഷങ്ങളായി ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരു കെട്ടിടത്തിലിരുന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള കരുനീക്കത്തിലാണ് 3 മുന്നണികളും. വിജയശങ്കർ, 24, തിരുവനന്തപുരം. കൊള്ളാം, നല്ല മാതൃക അല്ലേ. ഈ വലിയ സംഘർഷങ്ങളും ഏറ്റുമുട്ടലിൻ്റെയും ഒക്കെ ഇടയിൽ ഇങ്ങനൊരു മാതൃക നല്ലതാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ പറയുന്ന വേറൊരു വാക്കുണ്ട്, ഞങ്ങൾ വാർ റൂം വേറെ ഉണ്ടെന്ന്. അതായത് ഈ പാർട്ടി ഓഫീസുകൾ, ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾ ഒക്കെ അല്ലാതെ ഒരു വാർ റൂം ഉണ്ട്. ആ വാർ റൂമിലാണ് അത്രയും ഈ രഹസ്യ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഓഫീസ് ഒരിടത്ത് വന്നാലും കുഴപ്പമില്ല, വാർ റൂം വേറെ ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഒരു ഇടവേള കൂടി വേണം. ഇടവേള കഴിഞ്ഞാൽ മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ വരും, ചില സസ്പെൻസുകൾ അല്ലേ, അതിലെ ആ കാഴ്ചകളിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ, നേരത്തെ ചോദിക്കാൻ വിട്ടുപോയി, അപ്പൊ പെട്ടെന്ന് ചോദിക്കാം. അപ്പൊ നാളത്തെ 1ാം ഘട്ടത്തിൽ 102 മണ്ഡലങ്ങളാണ് വിധിയുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു 102. നാളത്തോടുകൂടി അത് തീരും. 2ാം ഘട്ടം നമ്മുടെ 26-നാണ്. നമ്മളെല്ലാം കൂടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിധി എഴുതുന്നുണ്ട്. എത്ര മണ്ഡലങ്ങളാകെ, അതായത് രാജ്യത്ത് 2ാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്നത് ഏപ്രിൽ 26-നാണ്. എത്ര മണ്ഡലങ്ങൾ 2ാം ഘട്ടത്തിൽ എത്ര അല്ലേ? അതെ. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉത്തരം, പുതിയ വാർത്തകൾ.
യെസ്, അപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അവസാന റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയണം അല്ലെ. രണ്ടാം ഘട്ടത്തിൽ 89 ലോക്സഭാ മണ്ഡലങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത്. ഏപ്രിൽ 26 കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആകെ ടോട്ടൽ 89 മണ്ഡലങ്ങൾ. ഒരുപാട് പേര് പറഞ്ഞിട്ടില്ല, കുറച്ചുപേര് പറഞ്ഞിട്ടുള്ളൂ. അതിൽ ആദ്യം പറഞ്ഞത് ഖലീൽ എന്ന ഒരു പ്രേക്ഷകനാണ്. ഖലീൽ. അപ്പോ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടന്നാലോ, അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാം. കർണാടകത്തിലെ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു മണ്ഡലത്തിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 2019 സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലമാണ് ബംഗളൂരു റൂറൽ. DK ശിവകുമാറിന്റെ സ്വാധീന മേഖലയിലെ ഈ തട്ടകം എല്ലാം കൊണ്ടും പ്രവചനാതീതമാണ്. BJPയും JDSഉം സഖ്യം മത്സരിക്കാത്തതോടെ മുൻ തെരഞ്ഞെടുപ്പുകളിലെ സൂത്രവാക്യങ്ങളൊന്നും ഇത്തവണ ഇവിടെ വിലപ്പോകില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വിജയിച്ച ഏക മണ്ഡലമാണ് ബംഗളൂരു റൂറൽ. DK ശിവകുമാറിന്റെ തട്ടകമാണെങ്കിലും JDSന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്ന്. ഇക്കുറി കോൺഗ്രസിന് അഭിമാന പോരാട്ടമാണ്. മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കാൻ JDS പിന്തുണ ആവശ്യമില്ലെന്ന് കോൺഗ്രസിന് തെളിയിക്കണം. തുടർച്ചയായി 4ാം തവണയും DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസും JDSഉം ഒറ്റയ്ക്ക് മത്സരിച്ച 2014 തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ 2 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് DK സുരേഷ് വിജയിച്ചിരുന്നു. അതുതന്നെയാണ് BJP JDS സഖ്യം തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിനുള്ള കോൺഗ്രസിന്റെ മറുപടി. We are going to win. JDS not with me, but people are with me. This is a different trend. This is a 5 guarantees trend. This state government, Siddaramaiah and DK Shivakumar's brand ambassadors are there. BJPയുടെ ഡോക്ടർ CN മഞ്ജുനാഥാണ് എതിരാളി. ഒരുമിച്ചാണെങ്കിലും അടിത്തട്ടിലെ BJP JDS പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നത നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. JDS സ്വാധീന മേഖലകളിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് കോൺഗ്രസ്. 24 ബംഗളൂരു. അപ്പോൾ നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഹാഷ്മി റെഡി ആയിട്ടുണ്ട്. എൻകൗണ്ടർ സ്റ്റണ്ടിന് ഹാഷ്മി റെഡിയാണ്. അത് എൻകൗണ്ടറിൽ കാണാം. അപ്പോൾ നാളെ ഇതേ സമയത്ത് ഇലക്ഷൻ സ്റ്റണ്ടുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ബൈ.